ഹായ് ഗായ്സ്, ഈ കാണുന്നത് കണ്ടോ, ഇത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ മുന്തിരിയാണ്. സാധാരണ ഞാനിവിടെ കണ്ടേക്കുന്നത് വൈൻ കിട്ടുന്ന മുന്തിരിയാണ് ഞാനിവിടെ പൊതുവേ കണ്ടിട്ടുള്ളത്. പച്ച കളറിലെ മുന്തിരി ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പക്ഷേ ഇതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പച്ച കളറിലെ മുന്തിരി അങ്ങനെ കണ്ടു. പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇറ്റലിയിൽ വന്നിട്ട് ഇതുവരെ കാണാത്തൊരു സംഭവമാണ് ഈ വാഴപ്പഴം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാഴ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ വാഴപ്പഴം ഇതുപോലെ കുലച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇറ്റലിയിൽ. അത് ആദ്യമായിട്ടാണ്. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അപ്പുറത്തെ വശത്തും ഉണ്ടായിരുന്നു വേറൊരു വാഴ. മുന്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചൊന്നുമില്ല. കാരണം എനിക്കത് കണ്ടിട്ട് അങ്ങനെ കഴിക്കാനൊന്നും തോന്നിയൊന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കാൻ തോന്നിയില്ലെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയിട്ട്, കാരണം അതിങ്ങനെ ആർത്തിങ്ങനെ ഉണ്ടായി നിൽക്കണ കണ്ടിട്ട് എന്തൊരു ഭംഗിയായിരുന്നപ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഭംഗി കാണാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ശരിക്കും നമ്മൾ മുന്തിരിയുടെ വീഡിയോ എടുക്കാനല്ല വന്നേക്കുന്നത്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാനാണ് വന്നേക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ കണ്ടത് മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ വാഴപ്പഴവും പിന്നെ അതുപോലെ തന്നെ ഒലിവും ഉണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ ഒലിവും നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കൽ നിർത്താനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ മുന്തിരി ഇതുപോലെ ആർത്തി ഇങ്ങനെ ഉണ്ടായിട്ട് ഇതാണ് മറ്റേ ഒലിവിൻ്റെയൊക്കെ ഇങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറൊരു വാഴയുടെ ഒരു ഇതും കൂടി കണ്ടായിരുന്നു, വാഴപ്പഴം കൂടി കണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാവേ. ആ കാണുന്നതാണ് ആ വാഴപ്പഴം. വീഡിയോ എടുത്ത് നിൽക്കണായിട്ട് അലസ്യോ കുറേ നേരമായി എന്നെ വിളിഞ്ഞ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ അവസാനം സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് സവാള വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. സവാള പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തായിരുന്നല്ല, വേറൊരു ഭാഗത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പാസ്തകളൊക്കെ തന്നെയാണ്, സവാള കൊണ്ടുള്ള പാസ്തകളൊക്കെ തന്നെയാണ്. പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പാസ്തകളൊക്കെ ഉണ്ട്. പിസ്തയും കൊണ്ടുള്ള പാസ്തയുണ്ട്, അതായത് പിസ്തയുടെ ഫ്ലേവർ അങ്ങനത്തെ ഉള്ള പാസ്ത. പിന്നെ സവാളയും കൊണ്ടുള്ള ജാം തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ മുളകൊക്കെ അരച്ച് പേസ്റ്റായിട്ട് ഈ ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മറ്റേ ബ്രാൻഡി, വിസ്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത്. എനിക്ക് വിവരിച്ച് പറയാനായിട്ട് ഇതിനെപ്പറ്റി യാതൊരു പരിജ്ഞാനവും ഇല്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.